അപ്പോൾ ഈ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെ പറഞ്ഞു പോയേ പറ്റും. അപ്പോൾ നമുക്കൊരു കൃഷി സ്ഥലത്തേക്ക് ചെന്നാൽ അറിയാം, നിറച്ച് പച്ചയും ഒക്കെ പിടിച്ച് കിടക്കുന്ന കൃഷിസ്ഥലം. നിങ്ങളത് ഒന്ന് ശുദ്ധീകരിച്ചു റെഡിയാക്കി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നട്ടു. കുറച്ച് ദിവസം നിങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെന്നിരിക്കട്ടെ, നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നട്ടത് കാണില്ല, പകരം നിറച്ച് കളയായിരിക്കും കാണുന്നത്. കള പൊങ്ങി ഇതിനെ അങ്ങ് ഞെരുക്കി കളയും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാകും. ക്രിസ്ത്യ ജീവിതത്തിൽ ഇതുപോലെ പലർക്കും സങ്കടം ഉണ്ടല്ലേ, നട്ടതൊന്നും കാണാനില്ല അല്ലേ, കള ഞെരുക്കി കളഞ്ഞാൽ. ഈ കള എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ സാധനം. അപ്പോൾ നിങ്ങൾ കള പറിക്കാൻ നോക്കും, പറിച്ച് നിങ്ങൾ മടുക്കും. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ നിങ്ങൾ നട്ടതിൻ്റെ ചുറ്റും മാത്രം കള പറിച്ച് അതിനൊന്ന് റെഡിയാക്കാൻ നോക്കും. വീണ്ടും കുറച്ച് ദിവസം നിങ്ങൾ അവിടെ ചെന്നില്ലെങ്കിൽ അവിടെയും കള പൊങ്ങി അതിനെ മൂടും. ഈ ഒരു പ്രോസസ്സ് ഒരു പീരീഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കള ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലരിപ്പോൾ മിഷൻ്റെ സമ്പ്രദായ, മിഷൻ അടിച്ച് ആ കളയും. പക്ഷെ വേരെല്ലാം അവിടെ തന്നെ ഉണ്ട്, അത് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ ചില നല്ല കൃഷിക്കാർ പറഞ്ഞത് എങ്ങനെയാണ്, അത് വേരോട് കൂടെ പറിച്ചെടുക്കണം. ഇച്ചിരി സമയമെടുക്കും, പണം ചിലവാകും. വേരോട് കൂടെ പറിച്ചെടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഒരു 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ കുറേ സീഡുകൾ കുറയ്ക്കാൻ പറ്റും. കള സീഡ് മുഴുവൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ലാൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് സ്ഥിരം ചെയ്ത് കഴിയുമ്പോൾ ഈ സീഡിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞ് കളയുടെ എണ്ണം കുറയാൻ തുടങ്ങും, വളരുന്ന അളവ് കുറയാൻ തുടങ്ങും. അത് സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഹൃദയം ഒരു ലാൻഡാണ്. ഈ ലാൻഡിലെ കൃഷിക്കാരൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവം നടുന്ന വിത്ത് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിത്താണ് ക്രിസ്തു. അത് നമ്മുടെ ആത്മാവിൽ നട്ട് നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് കയറും. പക്ഷെ അത് കയറാൻ നമ്മൾ സമ്മതിക്കത്തില്ല, കാരണം നിറയെ കളകൾ നമ്മുടെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് ആത്മമണ്ഡലത്തെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ മുട്ടുമടക്കുമ്പോൾ ഉടനെ ധാരാളം ചിന്തകൾ ഇങ്ങനെ കാട് കയറി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇരുന്നേ, ഏത് പ്രാർത്ഥിക്കാനാണ് ഇരുന്നതെന്ന് പോലും ചിലപ്പോൾ മറന്നുപോകും. അത്രത്തോളം ഈ ലോകത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ മൂടും. കളകൾ യഥാർത്ഥത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ഇത് കുറേ നാൾ കള പറിച്ച് ആ വിത്തുകൾ അവിടെ നിന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ വിത്തുകൾ അവിടെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ വിത്തുകൾ നിറയ്ക്കുകയാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു പദ്ധതി. ഒരു കൃഷിക്കാരനായ സഹോദരൻ പറഞ്ഞത്, ദേവാസന ഇവിടെയൊക്കെ കള പിടിച്ച് കിടക്കുക, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ മാർക്കറ്റിൽ ചെന്നിട്ട് ഈ മുഴുത്ത പയറില്ലേ, വൻപയർ മേടിച്ച് കിളിപ്പിച്ച് ഞാൻ ഇവിടേക്ക് അങ്ങ് പാകാൻ പോവുക. കാരണം അതങ്ങ് ചെയ്ത് ഞാൻ കള പിന്നെ അങ്ങ് മുളയ്ക്കത്തില്ല, മുളച്ചു വരുന്നതിൽ പയറും കിട്ടും. അപ്പോൾ കള മുളയ്ക്കാതിരിക്കണമെങ്കിൽ നല്ലതങ്ങ് പായിക്കൊണ്ടിരിക്കുക, കള മുളയ്ക്കുന്നതിനെ കുറയ്ക്കാൻ പറ്റും.